എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറേസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് വെറൈറ്റി ആയിട്ടൊരു മുട്ടക്കറി തയ്യാറാക്കാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ അധികം താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 സവാള ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വേപ്പിലയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതെല്ലാം ചെറുതായി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായി വഴന്നു വരുന്നൊരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു തക്കാളിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി ഈ തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴന്നു വരുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാൻ മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാനിവിടെ നന്നായി പൊടിച്ച് വെച്ച കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിനടുത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയൊക്കെ ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് വെള്ളമാണ് ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള ഒരു അരിപ്പക്കായിൽ എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സ് ഇതിലൂടെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ട കുറച്ചും കൂടി സോഫ്റ്റ് ആവും, ടേസ്റ്റ് കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ കറിയിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഇതുപോലെ ചെയ്തെടുത്താൽ അത്ര ടേസ്റ്റ് വരില്ല. ഇത് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഇതിങ്ങനെ ഒരു 5 മിനിറ്റോളം വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തക്കാളി നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണിനടുത്ത് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കണം. ആ പൊടികളിലേക്ക് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, ഒരു 3 ടേബിൾ സ്പൂണിനടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ പൊടികളിലൊക്കെ നന്നായിട്ട് വെള്ളത്തിൽ കിടന്നൊന്ന് വെന്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ച് പൊടികളൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ, ഈ വെള്ളം ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പിനടുത്ത് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം തിളയ്ക്കാനായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ആദ്യം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ മുട്ട ഇപ്പോൾ കട്ട പോലെയാണ് ഇരിക്കുന്നത്. ഇനി ഈ കട്ടകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളൊരു കയ്യിൽ വെച്ചിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് ഈ മുട്ട ഇരിക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. മുട്ട ഇങ്ങനെ വായിൽ വെച്ച് കഴിഞ്ഞാൽ അലിഞ്ഞു പോവും, അതുപോലത്തെ അത്ര സോഫ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക. അതിനുശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് ചൂടോടുകൂടി തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.